ഹലോ അസ്സലാമലൈക്കും. ഒരു ദിവസം ലീവ് കിട്ടി അപ്പോൾ വീട്ടിൽ പോകണം. ഞാൻ ഇന്ന് ഈ വിഷുവിന് 2 ദിവസം ലീവ് ഇട്ടിട്ട് വീട്ടിൽ പോയില്ല. ഇതിൻ്റെ ഭയങ്കര വലിയ ഡിസ്കഷനിലായിരുന്നു. ഞാൻ അമ്മ കാര്യമായിട്ട് ഡിസ്കഷൻ ചെയ്യാം. എന്താ പൊന്നെ വീട്ടിൽ കയറാത്ത, എന്താ പൊന്നെ വീട്ടിൽ കയറാത്ത ഉമ്മ 3 വട്ടം ചോദിച്ചു. എനിക്ക് തന്നെ അറിയാൻ പാടില്ല ഞാൻ എന്താ വീട്ടിൽ പോകാത്തത്. സത്യമായിട്ട് 2 ദിവസമൊക്കെ ലീവ് ഇട്ടിട്ട് വീട്ടിൽ പോകാൻ പറഞ്ഞാൽ ഭയങ്കര മോശമല്ല. എനിക്കാണെങ്കിൽ കുറേ എഴുതാനും പഠിക്കാനൊക്കെ ഉണ്ടായതുകൊണ്ട് വീട്ടിൽ പോയാൽ ഭയങ്കര ടാസ്ക് ആയിരുന്നു. അതുകൊണ്ട് ഞാൻ പോയില്ല കേട്ടോ. ഉമ്മ 3 വട്ടം എന്നോട് വീട്ടിൽ കയറുന്നില്ലെന്ന് ചോദിച്ചില്ല. ഞാൻ ഇല്ല എന്നൊക്കെ പറഞ്ഞെങ്കിലും പിന്നല്ലേ മനസ്സിലായത് ഭയങ്കര മിസ്സിങ് ഉമ്മാനെ മിസ് ചെയ്താൽ പിന്നെ നമുക്ക് ഹോംലി ഫുഡ് കഴിച്ചാൽ 2 ദിവസം ഞാൻ പിടിച്ചു അങ്ങോട്ട്. അങ്ങനെ ഞാൻ ഹോംലി ഫുഡ് കഴിക്കാൻ വേണ്ടിയാണ് എൻ്റെ അമ്മാൻ്റെ ഓർമ്മയിൽ ഞാൻ എന്ത് ചെയ്ത് ചേനക്കറിയുമ്പോൾ സ്റ്റാർട്ട് ചെയ്ത് അത് ചേനക്ക് വാങ്ങിക്കഴിഞ്ഞാൽ ഞാൻ ആദ്യം പൊരിക്കുക എന്നല്ലാണ്ട് ഇങ്ങനെ കറിയൊന്നും വെച്ചില്ല കേട്ടോ. അതും വറുത്തരച്ച കറിയാണ് ഞാൻ ഉണ്ടാക്കാൻ പോണത്. ഈ വറുത്തരയ്ക്കുക എന്ന് പറയുന്ന സാധനം എനിക്കറിയില്ല. ഞാൻ അങ്ങനെ കണ്ടെങ്കിലും പക്ഷേ കറക്റ്റ് പ്രൊസീജിയറൊന്നും എനിക്കറിയില്ല. പയറുപ്പേരിയാണ് ഉദ്ദേശിച്ചെങ്കിലും നെക്സ്റ്റ് ഒന്നും എനിക്ക് ബീൻസാണ് കിട്ടിയത്. ഇങ്ങനെ പയറൊക്കെ ഇങ്ങനെ ഇട്ടുകാണ്ട് ഇങ്ങനെ തുറക്കുമ്പോൾ ബീൻസ് പയറുപ്പേരി ആവും. ഞാൻ ഇതിട്ടിട്ട് 15 മിനിറ്റ് കഴിഞ്ഞിട്ടാണ് ആയത്. എന്താണാവോ ഒരു 5 മിനിറ്റ് കൊണ്ട് തുറന്നു നോക്കിയാലും കല്ലുപോലെ ഉണ്ട്. ഇതിപ്പോൾ എന്ത് ബീൻസാണോ എന്തോ അങ്ങനെ വറുത്തരയ്ക്കുന്നതൊക്കെ ഉണ്ടല്ലോ. എനിക്ക് എൻ്റെതായിട്ടുള്ള പ്രൊസീജിയറിലാണ് ഞാൻ വറുത്തരച്ചത്. കാരണം ഉമ്മാൻ്റെ വറുത്തരയ്ക്കുമ്പോൾ ഉമ്മാൻ്റെ ഈ കുറച്ച് ഡാർക്ക് കളറൊക്കെ കാരണം ഞാൻ അതുകൊണ്ട് കുറച്ച് മല്ലിപ്പൊടിയൊക്കെ ഇട്ട് മല്ലിപ്പൊടി മുളക് പൊടി ഞാൻ മല്ലിപ്പൊടി കൊണ്ടുവന്ന് തിന്നെങ്കിലും ഞാനത് ഉപയോഗിക്കലെന്നല്ല. ഇപ്പോഴാണ് മല്ലിപ്പൊടിൻ്റെ ഉപയോഗമൊക്കെ വന്നത്. അതിൻ്റെ ഇടയിൽ ആൻറ്റി വിളിച്ചാണ് പോയപ്പോൾ ചട്ടി കഴിഞ്ഞു. ചട്ടിയൊക്കെ അപ്പോൾ തന്നെ കേക്ക് അപ്പോൾ തന്നെ സെറ്റാക്കി വെച്ച് കറി ഉണ്ടാക്കി ഉപ്പേരി ഉണ്ടാക്കി ഫൈനലി ആൻറ്റി തന്ന ചെമ്മീൻ കൊണ്ട് ഒരു സാധനം ഉണ്ടാക്കി ഞാനും ചേച്ചി ഫുഡ് കഴിച്ചു. അപ്പോൾ ഇന്നത്തേക്കുള്ള ബായ്.